ഗൈസ് 2017 മുതൽ FC ഗോവയിൽ കളിക്കുന്ന താരമാണ് ബ്രാൻഡൻ ഫെർണാണ്ടസ്. ഗോവക്കാരൻ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പോസ്റ്റർ ബോയ്, ഒരു ഇമേജ് കൂടിയുള്ള ഒരു പ്ലെയറാണ് അദ്ദേഹം. ഇതാ വർഷങ്ങൾക്ക് ശേഷം ക്ലബ്ബ് വിടുന്നു എന്നുള്ളതാണ്. മുംബൈ സിറ്റി FC താരം ചേക്കേറുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പം FTWC ഒക്കെ റിപ്പോർട്ട് ചെയ്തത്. നേരത്തെ തന്നെ ചില റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതിനുശേഷം ക്ലബ്ബ് വിടും, മുംബൈ സിറ്റി FC ജോയിൻ ചെയ്യും എന്നുള്ള തരത്തിലൊക്കെ. എന്താണെങ്കിലും ഇപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളിലേക്കൊക്കെ വരുന്നു. പിന്നെ ഈ ഒരു സീസൺ സംബന്ധിച്ചിടത്തോളം ബ്രാൻഡന് ഒരു നല്ല സീസൺ തന്നെയായിരുന്നു. 3 ഗോളും 4 അസിസ്റ്റും. ആ ഒരു സ്റ്റാറ്റ് മാത്രമല്ല, പെർഫോമൻസ് വൈസും വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു സീസണായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചൊരു സമീപകാലത്തേക്ക് നോക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ 2 ഒരു ലോങ് റേഞ്ചർ ഗോൾസ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു, നമ്മൾ പണ്ടത്തെ ഒരു ബ്രാൻഡനുണ്ട്, അതായത് മുമ്പ് ചർച്ചിലൊക്കെ കളിച്ചപ്പോൾ ഉള്ളൊരു ബ്രാൻഡുണ്ട്, അതിൻ്റെ ചില ക്ലിംസൊക്കെ കണ്ടിട്ടുള്ളൊരു സീസണായിരുന്നു ഇതെന്നുള്ളതാണ്. എന്താണെങ്കിലും പറഞ്ഞതുപോലെ ഗോവയ്ക്ക് വേണ്ടി തന്നെ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തത് 130 മത്സരങ്ങളിൽ 17 ഗോളുകൾ 31 അസിസ്റ്റും ഒക്കെയാണ്. ഒരു സാഹചര്യത്തിൽ മുംബൈ സിറ്റിയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം മുമ്പ് മുംബൈ സിറ്റി FC കളിച്ചിട്ടുണ്ട്. FC ഗോവയ്ക്ക് കളിക്കുന്നതിന് മുമ്പ് ISL 2015-16 ആ സീസണിലൊക്കെ കളിച്ചിട്ടുണ്ട്. അന്ന് പക്ഷേ അധികം മത്സരങ്ങളൊന്നും അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇനി മുംബൈ സിറ്റി FC വരുമ്പം ആസ് ആൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന ലെവലിൽ അദ്ദേഹത്തിൻ്റെ റോൾ എന്തായിരിക്കും എന്നുള്ളത് നോക്കണം. കാരണം ഗോവയിലൊക്കെ കളിക്കുമ്പോൾ അദ്ദേഹം വിങ്ങിലും അറ്റാക്കിംഗ് മിഡിലും ഒക്കെ കളിക്കും. ഇവിടെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വിങ്ങിൽ പ്ലേയേഴ്സൊക്കെ ഉണ്ട്. ഇപ്പം ലാലും സാല ചാങ്തി ആണെങ്കിലും അല്ലെങ്കിൽ വിക്രം പ്രതാപിനെ പോലെയുള്ള പ്ലേയേഴ്സൊക്കെ ഉണ്ട്. അപ്പം ഇവിടേക്ക് വരുമ്പോഴത്തേക്കും മിക്കവാറും അദ്ദേഹത്തെ ഒരു AM റോളിൽ തന്നെ കളിപ്പിക്കാനാണ് സാധ്യത. അദ്ദേഹത്തിൻ്റെ ഒരു പെർഫെക്റ്റ് ആ ഒരു പൊസിഷനും അത് തന്നെയാണ്. ഇപ്പോൾ അവിടെ ജയേഷ് റാണയൊക്കെയാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജയേഷ് റാണെ ക്ലബ്ബ് വിടുമെന്നുള്ള ചില വാർത്തകളുള്ള റൂമേഴ്സൊക്കെ ഉണ്ട്. അപ്പം ബ്രാൻഡനെ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ബെസ്റ്റ് ചോയ്സ് തന്നെയായിരിക്കും പീറ്റർ ക്രാക്കിക്ക്. സോ അദ്ദേഹത്തെ ആ ഒരു യൂസ് ചെയ്യാനും സാധ്യതയുണ്ട്. അദ്ദേഹം ഇന്ത്യൻ പ്ലേയേഴ്സിനെയൊക്കെ യൂസ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്നതിലൊരു താല്പര്യം കാണിക്കുന്ന ഒരു കോച്ചാണെന്നുള്ള കാര്യം പറഞ്ഞതുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. കാരണം പലപ്പോഴും ബ്രാൻഡനൊരു സീസൺ മുഴുവനായിട്ടൊന്നും ആ ഒരു AM റോളിൽ കളിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം ആസ് ആൻ ഇന്ത്യൻ ഫുട്ബോൾ ഫാനിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോഴും ബ്രാൻഡനൊക്കെ പറഞ്ഞതുപോലെ ഒരു AM റോളിലൊക്കെ സ്ഥിരമായിട്ട് കളിക്കാൻ കഴിയുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാനത് സഹായകരമാകുമെന്നുള്ളതാണ്. അതുപോലെയാണ് വിനീത് റായ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയർ. ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്നൊക്കെ ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില റൂമേഴ്സ് ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഇപ്പോൾ KLNO റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം അദ്ദേഹം പഞ്ചാബ് FC പോകുന്നു എന്നുള്ളതാണ്. മുംബൈ സിറ്റി FC അദ്ദേഹം കളിച്ചിരുന്നത്. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ, സെൻട്രൽ മിഡ്ഫീൽഡർ കളിക്കുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ അവിടെ കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടില്ല. അതിന് കാരണം നമുക്കറിയാം, അപ്പുയ ആ ഒരു പൊസിഷനിൽ അവിടെ കളിക്കുന്നുണ്ട്. ഒരു 300 മിനിറ്റ്സൊക്കെ മാത്രമേ വിനീത് റായ് ഈ ഒരു സീസണിൽ അവിടെ കളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് പഞ്ചാബിലേക്ക് പോകുന്നത്. പഞ്ചാബിൽ വന്നാലും അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാകും. ഇപ്പം അമർജിത്തും നിഖിൽ പ്രഭു എന്നൊക്കെ പറയുന്ന പ്ലെയേഴ്സൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ മുംബൈയേക്കാളുള്ള ആ ഒരു കോമ്പറ്റീഷനൊക്കെ വിനീത് റായിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറയ്ക്കാൻ സാധിക്കും. പിന്നെ മുമ്പ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചൊരു പ്ലെയറാണ്. അതൊക്കെ വെച്ചിട്ട് കുറേ റൂമേഴ്സൊക്കെ വന്നതാണ്. പിന്നെ അദ്ദേഹം മുമ്പ് പഞ്ചാബ് FC കളിച്ചിട്ടുണ്ട്. ഈ സെയിം രണ്ടിടത്തും കളിക്കുന്ന ഒരേ സീസണിൽ തന്നെയാണ്. കാരണം I ലീഗ് ISL രണ്ടാട്ടം കളി നടക്കുന്ന ആ ഒരു സമയത്ത്. എനിവേ ഇപ്പം KLNOൻ്റെ ആ റിപ്പോർട്ട് പ്രകാരം അദ്ദേഹം പഞ്ചാബ് FC ചേക്കേറുന്നു എന്നുള്ളതാണ്. ഇനി ഈ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് തിരിയുടെ കാര്യമാണ്. തിരി ഇപ്പം നൊഗുവറയ്ക്കും ഡയാസിനും പുറമെ മുംബൈ സിറ്റി FC BFC പോകുമെന്നുള്ള ഒരു വാർത്തകളൊക്കെ വന്നിരുന്നു. FTWC ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ KLNOൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ തിരി ആ ഒരു മുംബൈ സിറ്റി FC ആയിട്ട് ആ ഒരു എക്സ്റ്റൻഷന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ആ ഒരു നെഗോസിയേഷൻസൊക്കെ നടക്കുന്നു. അതിൻ്റെ ഒരു അഡ്വാൻസ് സ്റ്റേജിലാണ് എന്നുള്ളൊരു കാര്യമാണ് വരുന്നത് എന്നുള്ളതാണ്. തിരിയെ സംബന്ധിച്ചിടത്തോളം മുംബൈ സിറ്റി FC വരുന്ന സമയത്ത് അദ്ദേഹത്തിന് കുറച്ചധികം വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ഫാൻസിൻ്റെ ഇടയിൽ തന്നെ. കാരണം അദ്ദേഹം ഇപ്പം ഇഞ്ചുറിയൊക്കെ ആയിട്ട് ഒന്ന് ഡൗണൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നെ പീറ്റർ ക്രാക്കി വന്നപ്പോഴാണ് എസ്പെഷ്യലി അദ്ദേഹത്തിന് കുറച്ചും കൂടി ഒരു ഓപ്പർച്യൂണിറ്റിയൊക്കെ കിട്ടിത്തുടങ്ങിയത്. ചിലപ്പം അതിന് മുമ്പ് എടുത്ത ചില ഓഫറൊക്കെ വന്നതായിരിക്കാം. ഇപ്പം പീറ്റർ ക്രാക്കി അദ്ദേഹത്തെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പിന്നെ ചാമ്പ്യൻ ക്ലബ്ബ് എന്ന നിലയിലേക്കൊക്കെ മാറിയതുകൊണ്ട് വേണമെങ്കിൽ ഒരു U-ടേൺ എന്നുള്ള ലെവലിലേക്ക് ചിന്തിച്ചതാകാം. എന്താണെങ്കിലും പീറ്റർ ക്രാക്കി നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു. അദ്ദേഹത്തിന് പറഞ്ഞ പോലെ തിരിക്ക് ഒരു നല്ല സീസൺ തന്നെ ആയിരുന്നു ഇത്. പെർഫോമൻസ് വൈസ് ആണെങ്കിലും അദ്ദേഹത്തിന് ആ ഒരു ട്രോഫി നേടാൻ കഴിഞ്ഞതാണെങ്കിലും ഒക്കെ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം ഇതൊക്കെയാണ് ഇന്ന് വന്നിട്ടുള്ള ചില ട്രാൻസ്ഫർ വാർത്തകൾ റിലയബിൾ ആയിട്ടുള്ള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്താൽ മറ്റേ കാണിക്കാൻ സനിയോ.